നമസ്കാരം. അഷ്ടമി രോഹിണി നാളെ തിങ്കളാഴ്ചയാകുന്നു. അഷ്ടമി രോഹിണിയുമായി ബന്ധപ്പെട്ട ചില പ്രവചനങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. അഷ്ടമി രോഹിണി മുതൽ ജീവിതത്തിൽ ചില സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന നക്ഷത്രക്കാരെ കുറിച്ച് പരാമർശമുണ്ട്, അഥവാ അത്തരത്തിൽ ചില പ്രവചനങ്ങളുണ്ട്. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. നാളെ നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശ്രീകൃഷ്ണ ജയന്തി മുതൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തുടങ്ങുന്നു എന്നാണ് പ്രവചനം. ഇവരുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പരാമർശിക്കാം. ഭഗവാന്റെ കടാക്ഷം ഇവരിൽ വർദ്ധിച്ചിരിക്കുന്നതിനാൽ തന്നെ പലവിധ ദുരിതങ്ങൾ അനുഭവിച്ചു പോരുന്ന ഇവരുടെ മാനസികപരമായ ചില പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായ ചില പ്രശ്നങ്ങൾ ഒരു പരിധിവരെ അകന്നു എന്ന് വരാം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ, തർക്കങ്ങൾ, അത് പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളും വേണ്ടതുപോലെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയും അത് ചെയ്യുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അത് പലവിധ കാരണങ്ങളാൽ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ കാര്യങ്ങളാകുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്കുണ്ട്. പ്രധാനമായും ഈ നക്ഷത്രക്കാർക്ക്, അതായത് പ്രധാനമായും ഭരണി നക്ഷത്രക്കാർക്കും പറയാൻ പോകുന്ന മറ്റ് നക്ഷത്രക്കാർക്കും ഭഗവാന്റെ കടാക്ഷത്താൽ വളരെ ഉയർച്ച വന്നു ചേരും എന്ന് തന്നെയാണ് പ്രവചനം. കൂടാതെ ഈ സമയം പല വ്യക്തികളിൽ നിന്നും നേരിട്ട തിരിച്ചടികൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും ശത്രുക്കളിൽ നിന്നും സംരക്ഷണം ലഭിക്കുവാനും സാധിക്കുന്നതായ സ്ഥിതിവിശേഷം വന്നു ചേരും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. അതിനാൽ ഭരണി നക്ഷത്രക്കാർ ഈ സമയം ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുകയും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഈ സമയം ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു. ഈ കാര്യം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സമയം തീരെ അനുകൂലമല്ലായിരുന്നു എന്നതാണ് വാസ്തവം. പലവിധ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്നവരാണ് എന്ന് പറയാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാനസികപരമായ പ്രയാസങ്ങൾ, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ, പല കാര്യങ്ങളും തടസ്സങ്ങളാൽ ചെയ്യുവാൻ സാധിക്കാത്തതായ അവസ്ഥ, ഇത്തരത്തിൽ പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് രോഹിണി നക്ഷത്രക്കാർ. ഇതിൽ നിന്നും ചില മാറ്റങ്ങൾ വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് അത് തരണം ചെയ്ത് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇത്. ഭഗവാന്റെ അനുഗ്രഹത്താൽ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നു ചേരാം. പ്രധാനമായും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഉണ്ടായിരുന്നതായ ആ പ്രശ്നങ്ങൾ അതൊരു പരിധിവരെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേർന്നു എന്ന് വരാം. ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കും എന്ന് തന്നെയാണ് പ്രവചനം. കൂടാതെ വിദേശവുമായി ബന്ധപ്പെട്ടും സ്വദേശത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യതകളും വർദ്ധിച്ചു എന്ന് വരാം. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ രീതിയിലുള്ള തൊഴിൽ തന്നെ ലഭിക്കണം എന്നില്ല. എന്നാൽ താൽക്കാലികമായ ജോലി ലഭിക്കുകയും തന്മൂലം കാര്യങ്ങൾ നടന്നു പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലി ലഭിക്കുന്നതുവരെ താൽക്കാലികമായ ജോലി ലഭിക്കുന്നതായ അവസരമാണ് വന്നു ചേരുക എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം വിദേശവുമായി ബന്ധപ്പെട്ടും സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ മാറുന്നതിനുള്ള ചില അവസരങ്ങൾ, കൈകളിലേക്ക് ധനം വന്നു ചേരുകയും അത് നിലനിൽക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ, അത്തരത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സഹായകരമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് ഭഗവാനെ നിങ്ങൾ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സമയമാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം. ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില വിഷമങ്ങൾ മനസ്സിൽ ഉള്ളവർ തന്നെയാണ് പൂയം നക്ഷത്രക്കാർ. ചില കാര്യങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നത് വാസ്തവമാണ്. ചില തിരിച്ചടികൾ, പ്രധാനമായും വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ
നിങ്ങളെ മാനസികപരമായി തളർത്തുന്നതായ ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ. അതിൽ നിന്നും ചില മാറ്റങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ഉരുത്തിരിയും. പ്രധാനമായും ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ആ പ്രതിസന്ധികളെ എപ്രകാരം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന വ്യക്തമായ ബോധ്യം നിങ്ങൾക്ക് വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ ചില അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം വിദ്യയിൽ ഉയർച്ച നേടുക, ജോലി ലഭിക്കുക, വിദേശത്തേക്ക് പോകുവാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാവുക, കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധി വരെ തരണം ചെയ്യുക, മനസ്സിലേക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ആ പ്രതിസന്ധികളെ എപ്രകാരം തരണം ചെയ്യണം, അത്തരം വഴികൾ തെളിയുക, സുഹൃത്തുക്കൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും ഇവർക്ക് വളരെ കൂടുതൽ തന്നെയാകുന്നു. ഇവർ ഭഗവാനെ ആരാധിക്കുകയും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുകയും ചെയ്യുക. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും എന്ന് തന്നെയാണ് പ്രവചനം. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാകുന്നു. ആയില്യം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് തന്നെയാണ് പ്രവചനം. ജ്യോതിഷ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഇവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉരുത്തിരിയുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഈ നക്ഷത്രക്കാർക്ക് കൂടുതലായും ധനം മറ്റു നക്ഷത്രക്കാരെ അപേക്ഷിച്ച് അല്പം കൂടുതലായി തന്നെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം. അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക. ഇപ്പോൾ അനുഭവിക്കുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം ജോലി ലഭിക്കുവാനും തൊഴിൽ മാറുവാനും വിദേശത്തേക്ക് പോകുവാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയം കൂടിയാണ്. അതിനാൽ ഈ സമയം അനുഭവിക്കുന്നതായ പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ഉയർച്ച നേടാം. തൊഴിൽപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജോലി ലഭിക്കുകയും ജോലി മാറുകയും തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാണ്. കൂടാതെ ഈ സമയം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ തേടിയെത്തുക, പങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുക, അത്തരം കാര്യങ്ങളും സംഭവിക്കും എന്ന കാര്യവും പ്രധാനമായും ഓർക്കേണ്ടതായിട്ടുണ്ട്. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്ന സമയമാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് തന്നെ പോവുക. ഈ സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത് എന്ന് തന്നെയാണ് ജ്യോതിഷ പണ്ഡിതന്മാരുടെ പ്രവചനം. അതിനാൽ തന്നെ ഈ സമയം പ്രത്യേകിച്ചും ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ട ചില കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുക, ജോലി ലഭിക്കുക, പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട ആശയപരമായ കുഴപ്പങ്ങൾ, മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ജീവിതത്തിലെ ധനപരമായ ചില പ്രയാസങ്ങൾ, ജോലി ലഭിക്കാനുള്ള ആ പ്രയാസങ്ങൾ അത് ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. വിവാഹം നടക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതലായും അനുകൂലമാകുന്ന സമയമാണ്. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയും ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരാം. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഈ സമയം പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭഗവാനെ ആരാധിച്ച് തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാവുകയും തടസ്സങ്ങൾ കൂടാതെ പല സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തും എന്ന കാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം മനസ്സിനെ അലട്ടുന്നതായ ചില പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുകയോ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. വിദ്യയിൽ ഉയർച്ച നേടുക, ജോലി ലഭിക്കുക, അത്തരത്തിൽ പല കാര്യങ്ങളും സന്താനങ്ങളുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുക, അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹമുള്ള സമയമാകുന്നു. അത് പല മേഖലകളിലും പ്രതിഫലിക്കും എന്ന കാര്യവും ഓർക്കുക. പ്രധാനമായും ജോലിയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകാം. കലാമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ചില തടസ്സങ്ങളുണ്ട് എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക. പൊതുവിൽ ഈ സമയം ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് തന്നെയാണ് പ്രവചനം.
ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക.